വെൽക്കം ബാക്ക് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഹെലൂസിനേഷൻ ഓഫ് AI മോഡൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, LLMs. ഇവയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഹെലൂസിനേഷൻ. എന്താണ് ഹെലൂസിനേഷൻ? AI മോഡൽ അഥവാ LLMനോട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവ ആൻസേഴ്സ് തരാറുണ്ട്. എന്നാൽ ഈ ഒരു LLM അല്ലെങ്കിൽ AI മോഡൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് തരികയോ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരികയോ അതല്ലെങ്കിൽ നോൺസെൻസ് ആയ ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഹെലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടന്റ് കാഴ്ചയിൽ കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നും, എന്നാൽ റിയൽ ഫാക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇൻകറക്റ്റ് ആയിരിക്കും. സോ ഇങ്ങനെ LLMs റോങ് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹെലൂസിനേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു യൂസർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹു വോൺ ദി നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഇൻ 2023. ഈ ഒരു ക്വസ്റ്റ്യന് LLM ആൻസർ തരുന്നത് ഇങ്ങനെയാണ്: The 2023 Nobel Prize in Physics was awarded to Dr. John Dio for his groundbreaking discovery in quantum teleportation. ഈ റെസ്പോൺസ് കാണുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും, എന്നാൽ ജോൺ ഡിയോ എന്നൊരു സയന്റിസ്റ്റേ ഇല്ല. ബട്ട് റെസ്പോൺസ് വളരെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിയാൽ, വാട്ട് ഈസ് ദി കെമിക്കൽ ഫോർമുല ഓഫ് വാട്ടർ എന്ന ക്വസ്റ്റ്യന് ദ കെമിക്കൽ ഫോർമുല ഓഫ് വാട്ടർ ഈസ് H3O2 എന്നൊരു റെസ്പോൺസ് കിട്ടുന്നു എന്ന് കരുതുക. ഇവിടെ വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2 എന്നറിയാത്ത അല്ലെങ്കിൽ ആദ്യമായി ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ കിട്ടിയ ആൻസർ, അതായത് H3O2 ശരിയാണെന്ന് ഫീൽ ചെയ്യും. ഇതുപോലെ നമുക്ക് അറിയാത്ത ഒരു ഇൻഫർമേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ശരിയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു അവസ്ഥയാണ് ഹെലൂസിനേഷൻ. എൻ്റെ ലോക്കൽ മെഷീനിൽ ഞാൻ DeepSeek R1 LLM ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു LLM ഹെലൂസിനേഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ DeepSeek റണ്ണിംഗ് സ്റ്റേറ്റിലാണ്. ഈ ഒരു LLMനോട് ഹു ഈസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, എന്നാൽ കിട്ടിയ ആൻസർ തെറ്റായിട്ടുള്ള ആൻസറാണ്. കല്യാണി ശ്രീനിവാസ് ആണ് ചീഫ് മിനിസ്റ്റർ എന്നാണ് LLM റെസ്പോൺസ് തന്നിരിക്കുന്നത്, വിച്ച് ഈസ് ടോട്ടലി റോങ്. സോ ഇത് LLMൻ്റെ ഒരു ഹലൂസിനേഷൻ സ്റ്റേജ് ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ ഡിഫറൻറ്റ് ആൻസർ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഹലൂസിനേഷൻ എന്ന വേർഡിൻ്റെ മീനിങ് ബോധമില്ലാത്ത അവസ്ഥ എന്നാണ്. ഇവിടെ AI മോഡൽ നമ്മൾ ചോദിച്ച കോണ്ടക്സ്റ്റിനെ പറ്റി വ്യക്തമായ ഒരു ബോധമില്ലാത്തൊരു അവസ്ഥയാണ്. ഹെലൂസിനേഷൻ LLMസിൻ്റെ ഒരു മേജർ ലിമിറ്റേഷനാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഫൈനാൻസ് ആൻഡ് ബാങ്കിങ് സെക്ടർ എന്നീ മേഖലകളിൽ ഇത്തരം LLMs യൂസ് ചെയ്താൽ വളരെയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇത്തരമൊരു LLM യൂസ് ചെയ്തൊരു എഡ്യൂക്കേഷണൽ ആപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റുഡൻസിന് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ ഹെൽത്ത് കെയർ സെക്ടറിൽ ഇങ്ങനെയൊരു LLM യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു LLM റോങ് ആയിട്ടുള്ള മെഡിസിൻസ് സജസ്റ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ആകും. സെയിം തന്നെയാണ് ഫൈനാൻസ് ആൻഡ് ബാങ്കിങ് സെക്ടറിലും ലീഗൽ ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ് സെക്ടറിലും സംഭവിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഹലൂസിനേറ്റഡ് റെസ്പോൺസ് യൂസറിന് ട്രസ്റ്റ് വർത്തിയായിട്ട് തോന്നുമെങ്കിലും റിയൽ ഇൻഫർമേഷനിൽ നിന്നും യൂസേഴ്സിനെ മിസ്ലീഡ് ചെയ്യുവാൻ പോസിബിലിറ്റി ഉണ്ട്. വൈ ഹലൂസിനേഷൻ ഓക്കർ? എന്തുകൊണ്ടാണ് ഹെലൂസിനേഷൻ ഉണ്ടാകുന്നത്? ഹെലൂസിനേഷന് പല റീസൺസാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു റീസണാണ് ഡേറ്റ ക്വാളിറ്റി. LLMനെ ട്രെയിനിങ് ചെയ്യിക്കുന്ന ഡേറ്റ എപ്പോഴും ആക്യുറേറ്റ് ഡേറ്റ ആയിരിക്കണം. ഡിഫറൻറ്റ് ഡേറ്റ പല റിസോഴ്സിൽ നിന്നും കളക്ട് ചെയ്ത് ട്രെയിനിങ് ചെയ്യിക്കുന്നതിന് പകരം ട്രെയിനിങ് ചെയ്യിക്കുന്നതിന് മുൻപേ ഡേറ്റ വെരിഫൈ ചെയ്യണം. അപ്പോൾ ആക്യുറേറ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ ട്രെയിനിങ് ചെയ്യിക്കാവൂ. ഇനാക്യുറേറ്റ് ഡേറ്റയിൽ നിന്നും ഇനാക്യുറേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് മാത്രമേ ജനറേറ്റ് ചെയ്യുകയുള്ളൂ. ഇനി മറ്റൊരു റീസണാണ് ലാക്ക് ഓഫ് റിയൽ ടൈം നോളജ്. AI മോഡൽസ് എപ്പോഴും സ്റ്റാറ്റിക് ഡേറ്റ സെറ്റ് യൂസ് ചെയ്താണ് ട്രെയിനിങ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈവ് ഇൻ്റർനെറ്റ് അപ്ഡേറ്റ്സ് കിട്ടുകയില്ല. മീൻസ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ LLMസിന് കിട്ടുകയില്ല. ഫോർ എക്സാമ്പിൾ, 2023 ഡേറ്റ സെറ്റ് യൂസ് ചെയ്ത് ട്രെയിനിങ് ചെയ്യിച്ച ഒരു മോഡലിനോട് 2024 ന്യൂസിനെ പറ്റി ചോദിച്ചാൽ ആൻസർ തരുവാൻ സാധിക്കില്ല. മറ്റൊരു റീസണാണ് ബയസ് ഇൻ ട്രെയിനിങ് ഡേറ്റ. ഒരു AI മോഡൽ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്ത ഡേറ്റ ബയസ്ഡ് ഓർ ഇൻകംപ്ലീറ്റ് ഡേറ്റ ആണെങ്കിൽ മോഡൽ ഇൻആക്യുറേറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, 2 പൊളിറ്റിക്കൽ പാർട്ടീസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പാർട്ടിയെ ഫേവർ ചെയ്യുന്ന രീതിയിൽ ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ ആ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് മാത്രമേ മോഡൽ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ.
ബാക്കിയുള്ള ഇൻഫർമേഷൻ AI ഫേക്കായി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരു റീസണാണ് ഇൻകംപ്ലീറ്റ് ഓർ കോൺഫ്ലിക്റ്റിംഗ് കോണ്ടെക്സ്റ്റ്. ഇത് യൂസർ കൊടുക്കുന്ന പ്രോംപ്റ്റ് അഥവാ ക്വസ്റ്റ്യൻസ് കാരണം LLM മിസ്ലീഡ് ആകുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ കറക്റ്റായി കോണ്ടെക്സ്റ്റ് വ്യക്തമായി പ്രോംപ്റ്റ് നൽകണം, അല്ലെങ്കിൽ LLM ഡിഫറൻറ്റ് ആൻസർ ആയിരിക്കും നൽകുന്നത്. മീൻസ് കോണ്ടെക്സ്റ്റ് ഡീറ്റെയിലായി LLMന് മനസ്സിലാകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം. സോ ഇതൊക്കെയാണ് ഹെലൂസിനേഷൻ്റെ മേജർ റീസൺസ്. ഹൗ ടു റെഡ്യൂസ് ഹെലൂസിനേഷൻ. ഹെലൂസിനേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? അതിൽ ആദ്യത്തേതാണ് ഇംപ്രൂവ് ട്രെയിനിങ് ഡേറ്റാ സെറ്റ്സ്. ഹൈ ക്വാളിറ്റി ഉള്ള ഡേറ്റാ സെറ്റ് യൂസ് ചെയ്ത് ട്രെയിനിങ് ചെയ്യുക. ഗുഡ് ആൻഡ് ക്വാളിറ്റി ഡേറ്റ ആണെന്ന് വെരിഫൈ ചെയ്യണം. ബെറ്റർ ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഹെലൂസിനേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് RAG അഥവാ റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ. RAG ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ റിയൽ ടൈം ഡേറ്റ അസസ് ചെയ്യുവാൻ സാധിക്കും. വെക്റ്റർ ഡേറ്റാബേസ് പോലുള്ള ഇൻ്റർമീഡിയറ്റ് ഡേറ്റാബേസിൽ നിന്നും റിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ അസസ് ചെയ്യുവാൻ മോഡലിന് സാധിക്കുന്നു. ഇതിലൂടെ റിയൽ ആൻഡ് ഫാക്ച്വൽ ഡേറ്റ LLMന് നൽകുവാൻ സാധിക്കും. സോ ബേസിക്കലി ലേറ്റസ്റ്റ് ഡേറ്റ അടങ്ങിയ ഒരു ഡേറ്റാബേസിൽ നിന്നും ഡേറ്റ യൂസ് ചെയ്ത് റിലവൻ്റ് ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും. മറ്റൊരു മെത്തേഡാണ് ഫൈൻ ട്യൂണിങ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡൊമെയിനിലാണ് ഇഷ്യൂ ഉള്ളത് എങ്കിൽ ആ ഒരു ഡൊമെയിനിലെ ഡേറ്റ യൂസ് ചെയ്ത് മോഡലിനെ ഫൈൻ ട്യൂണിങ് ചെയ്യാവുന്നത് ആണ്. ഫോർ എക്സാമ്പിൾ, ഹെൽത്ത് കെയർ റിലേറ്റഡ് ഡേറ്റയിലാണ് LLMന് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡൊമെയിനിലെ ക്വാളിറ്റി ഉള്ള ഡേറ്റ സെറ്റ് യൂസ് ചെയ്ത് ഫൈൻ ട്യൂണിങ് നടത്താവുന്നതാണ്. ഒപ്റ്റിമൈസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. നമ്മൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദ വേ ഓഫ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ, അതും AIയുടെ ആക്യുറസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരിക്കണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ മോഡലിനും ആക്യുറേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തരുവാൻ സാധിക്കൂ. ഇങ്ങനെ ഡിഫറൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്ത് ഹെലൂസിനേഷൻ റെഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും. ഹെലൂസിനേഷൻ റെഡ്യൂസ് ചെയ്തതുകൊണ്ട് ഒരു പെർഫെക്റ്റ് AI നമുക്ക് ബിൽഡ് ചെയ്യുവാൻ സാധിക്കില്ല. ബട്ട് റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഹെലൂസിനേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഹെലൂസിനേഷൻ എന്താണെന്നും അതിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചും മനസ്സിലായി എന്ന് കരുതുന്നു. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽസായ കോഡേഴ്സ് ബ്രാഞ്ച് മലയാളം ഇവ രണ്ടും സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.